ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 പരീക്ഷയ്ക്ക് ഇപ്പോൾ നമ്മുടെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന 18-ാം തീയതി മുതൽ +2വിന്റെ സ്കൂളുകളിൽ റെഗുലർ സ്റ്റുഡൻസിന് അവരുടെ ഓണം പരീക്ഷ അഥവാ ഫസ്റ്റ് ടേം എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പൊ അതില് നമുക്ക് എന്തൊക്കെ ഭാഗങ്ങൾ, നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ശ്രദ്ധാപൂർവം മുഴുവനായിട്ട് കേൾക്കുക. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും നമുക്ക് എത്ര മാർക്കിന് എത്രയാണ്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഇതിൽ പ്രതിപാദിക്കും. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ നമുക്കറിയാം 2 ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ആണല്ലോ. അതായത് +2വിലെ എക്കണോമിക്സ് +1ന്റേതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. പക്ക എക്കണോമിക്സ് ആണ്. നമ്മൾ ഇന്ത്യൻ എക്കോണമി പഠിച്ച പോലുള്ള അത്ര എളുപ്പത്തിലുള്ള സംഗതികളൊന്നും ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് ഒക്കെ മുടങ്ങാതെ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ടൊക്കെ എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരുന്നു. 2 ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ്, രണ്ടാമത്തേത് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ആണ്. ഈ മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് ബുക്കിലുള്ളത്. നമുക്ക് 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതിയാകും. നമ്മളുടെ സിലബസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ വർഷത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആ ഒരു മോഡ്യൂൾ അനുസരിച്ച് അങ്ങനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് 6ഉം പഠിക്കണം. അതിൽ 6ാമത്തെ ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ പാദവാർഷിക പരീക്ഷ, അതായത് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ടേം എക്സാം അല്ലെങ്കിൽ ഓണം എക്സാം എന്നറിയപ്പെടുന്ന ഈ പരീക്ഷയിൽ ഇക്കണോമിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്, ആകെപ്പാടെ നമുക്ക് ഈ ഫസ്റ്റ് ബുക്കിൽ നിന്ന്, ഓക്കെ, 1ാമത്തെ ബുക്കിൽ നിന്ന് ആകെ 3 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് 2ാമത്തെ ബുക്ക് മാക്രോ എക്കണോമിക്സിന്റെ ബുക്കിൽ നിന്ന് ഈ ഫസ്റ്റ് ടേമിന് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പോ 1ാമത്തെ ബുക്കിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ ആണ്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അതുപോലെ തന്നെ 2ാമത്തെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ. 3ാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇതില് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്, പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരാവുന്ന പല ടോപ്പിക്കുകൾ ഇതിലുണ്ട്. ഓക്കെ, അതായത് പബ്ലിക് എക്സാമിന് വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം എക്കണോമിക്സിന്റെ കുറച്ച് ഡെഫിനിഷൻസ് അല്ലെ, കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോരുന്ന രീതി മാത്രമാണ്. കാരണം ഡെഫിനിഷൻസ് ഒന്നും ഇപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ഓരോ ഡെഫിനിഷനും അല്ലെങ്കിൽ ഓരോ എക്കണോമിക്സുകളും കൊണ്ടുവന്നിട്ടുള്ള ഡെഫിനിഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻസ് 4 എക്കണോമിസ്റ്റുകൾ ഉണ്ട്, അവരുടെ ഡെഫിനിഷന്റെ പേരുകളുണ്ട്, അത് പഠിച്ചു വെക്കുക. ഓക്കെ, 2ാമത്തെ ടോപ്പിക് അതിൽ വരുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീയ പ്രശ്നങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4-3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അവിടെ 3 അതായത് പ്രോബ്ലംസ്, എക്കോണമിയിലെ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നു. ആ പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നാണ് അതിൽ പഠിക്കുന്നത്. ഓക്കെ, അതാണ് 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന രീതിയിലാണ് നമുക്ക് അവിടെ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അവരുടെ റിവാർഡ്സും. ഓക്കെ, അതായത് ഉൽപാദന ഘടകങ്ങളും അവരുടെ റിവാർഡ്, അവരുടെ വരുമാനങ്ങളും അല്ലെ, പ്രതിഫലം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കൂടെ അവിടെ പഠിക്കാനുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം ആയതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കയറി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ റിവാർഡ്സുമാണ്. ദെൻ മറ്റൊന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ ഉൽപാദന സാധ്യതാ വക്രം എന്നാണ് നമ്മൾ അതിന്റെ മലയാളത്തിൽ പറയുന്നത്. ഉൽപാദന സാധ്യതാ വക്രം എന്താണ് എന്ന് ചോദിക്കാം. അതിന്റെ ചിത്രം വരച്ചത് വിവരിക്കാൻ വേണ്ടി ചോദിക്കാം. അതുപോലെ തന്നെ അത് കൊണ്ടുവന്ന വ്യക്തി, അതായത് ആ എക്കണോമിസ്റ്റ് ആരാണെന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അതിൽ നമുക്ക് ആ ഒരു
ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷനും കൂടെ പഠിക്കണം. നിങ്ങൾ അതിനോട് കണക്ട് ചെയ്തിട്ട് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഉണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അല്ലെങ്കിൽ PPCയുടെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു PPC കർവ് തന്നിട്ട് ആ കർവില് എന്താണ് 3 കാര്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി പറയും. അതായത് ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ ആ ഒരു ചിത്രം വരച്ചിട്ട് അതിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാം. അതൊരു 3 മാർക്കിനൊക്കെ വരാവുന്ന ഒരു ചോദ്യമാണ്. അതാണ് അത് ഈ PPCയുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി അതില് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നൊക്കെ ചോദിക്കാം. അതൊക്കെ അതിൽ പഠിക്കാനുള്ളതാണ്. അവസര ചെലവ് അല്ലെങ്കിൽ അവസരാത്മക ചെലവ് എന്ന് നമ്മൾ വിളിക്കുക ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ. അതുപോലെ തന്നെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സീമാന്ത അവസര ചെലവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. MOC എന്ന് പഠിച്ചാൽ മതി. അത്രയും കാര്യങ്ങളാണ് അതിനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരാവുന്ന ഒരു ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമി, അത് ഏതൊക്കെ തരത്തിലുള്ള എക്കോണമികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഓർ മാർക്കറ്റ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി, പിന്നെന്താണ് മിക്സ്ഡ് എക്കോണമി. ഇങ്ങനെയുള്ള 3 എക്കോണമികൾ ഉണ്ട്. ആ 3 എക്കോണമികളും ആ 3 എക്കോണമികളിൽ സെൻട്രൽ പ്രോബ്ലം ഉണ്ടായാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോ സോഷ്യലിസ്റ്റ് എക്കോണമി, അതുപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് 1 വേർഡുകളോ 2 മാർക്സിനൊക്കെ വരാൻ പറ്റുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമാറ്റീവ് എക്കണോമിക്സ് എന്താന്നുള്ളത്. പോസിറ്റീവ് എക്കണോമിക്സും നോർമാറ്റീവ് എക്കണോമിക്സും അത് നിങ്ങൾ അതിന്റെ ഒരു മീനിങ് അടിസ്ഥാനപ്പെടുത്തി പഠിച്ചു പോവുക. അതായത് അതിന്റെ എക്സാമ്പിളും പഠിച്ചു പോവുക. വാട്ട് ഈസ്, വാട്ട് വാസ്, വാട്ട് വിൽ ബി എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ഇറ്റ് ഡീൽസ് വിത്ത് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ് ഈസ് വാട്ട് ഓട്ട് ടു ബി എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്ന് നോക്കണം. അതുപോലെ അതിന് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും 3 മാർക്കിന് എന്തായാലും ചോദിക്കും. അത് മാത്രമല്ല ചിലപ്പോൾ അത് നമുക്ക് ഒന്നുകിൽ ഇതിന്റെ എക്സാമ്പിൾ 2 എക്സാമ്പിൾ വീതം അല്ലെങ്കിൽ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് അതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾസ് കുറച്ച് നമുക്ക് തന്നിട്ട് ആ എക്സാമ്പിൾസിനെ വെച്ചുകൊണ്ട് അതിനൊരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞേക്കാം. ആ രീതിയിലൊക്കെയാണ് ഇവിടുന്ന് ചോദ്യം വരുന്നത്. അപ്പൊ ഇതാണ് 1ാമത്തെ ചാപ്റ്ററിൽ, മൈക്രോ എക്കണോമിക്സിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ട ഭാഗങ്ങൾ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, അപ്പൊ നമ്മള് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്റർ ആണ്. 2ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ ആണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അതായത് എന്തൊക്കെ ടോപ്പിക്കുകൾ അവിടെ പഠിക്കണം എന്നുള്ളത് വിശദീകരിക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട്. മാത്രമല്ല മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ കിട്ടുള്ളൂ. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.